കർസോക്കുരുതിൽ നിന്ന് അനൂപ് ദാസ് നമുക്കൊപ്പം ചെയ്യുന്നുണ്ട്. അനൂപ്, നേരത്തെ അനൂപ് സംസാരിക്കുമ്പോൾ അവിടെ ഈ പഞ്ചായത്ത് ചേരാനുള്ള ഒരുക്കങ്ങളായിരുന്നു. അത് ചേർന്നോ? എന്തെങ്കിലും തീരുമാനങ്ങളിലേക്ക് എത്തിയോ? അതോ ചർച്ചകൾ പുരോഗമിക്കുകയാണോ? ദിവിഷ്, ഇതാ മഹാപഞ്ചായത്ത് ഇതാ ആരംഭിക്കാൻ പോകുന്നു. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ 5-6 പേരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരാൾ ഈ മഹാപഞ്ചായത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഡോക്ടർ സിക്കിം. आप फ्रेंड है नीलम का? हाँ, നീലത്തിന്റെ സുഹൃത്താണ് ഡോക്ടർ സിക്കിം. ഒരുമിച്ച് അവർ സമരം ചെയ്തിട്ടുണ്ട്. അതിന്റെ ചിത്രങ്ങളൊക്കെ അല്പസമയം മുൻപ് എനിക്ക് കാണിച്ചു തന്നിരുന്നു. ഫോട്ടോ ഹേ ആപ്കെ പാസ്? वो नीलम अम्बेडकरिस्ट है? अम्बेडकरवादी है वो, भगत सिंह पढ़ती है। और ये कह सकते हैं कि वो लगातार जो किसानों के ऊपर भी उन्होंने काम किया। ये रहा ദൃശ്യങ്ങൾ കാണിച്ചോളൂ. ഡോക്ടർ സിക്കിമും നീലവും ഒരുമിച്ച് സമരത്തിൽ പങ്കെടുക്കുന്നതിന്റെ अमर उजाला अखबार ने भी छापी है ये अखबार। ഒരുമിച്ച് സമരത്തിൽ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യമാണ് അവർ നമുക്കിപ്പോൾ കാണിച്ചു തന്നത്. അതിന്റെ പത്രവാർത്തയൊക്കെ കാണിച്ചു किसान नेता सिक्किम शोगुन। आप कैसे देखे यस्टरडेस प्रोटेस्ट? बिल्कुल बढ़िया किया। यदि सरकार हमारी नहीं सुन रही, हम लगातार 3.5 साल से सड़कों पे लड़ रहे हैं। जब से बीजेपी सरकार आई है, लगातार रोजगार, शिक्षा, स्वास्थ्य नहीं है, सिर्फ मंदिर और घंटे बजाए जा रहे हैं। तो आखिर में जब बेरोजगार बच्चों के पास रोजगार नहीं होगा तो धमाके होते रहेंगे, बार बार होते रहेंगे। जब हमारी आवाजें धरनों से नहीं सुनी जाती तो संसद और विधानसभा के अंदर धमाके होना एक जाहिर सी बात है। आज 4 या 6 बच्चों की बात नहीं है। आने वाले टाइम में मैं कई बार यहाँ से किसान आंदोलन को मैं लगातार लड़ रही हूँ, तो मैं हमेशा एक ही बात कहती थी कि यदि इस देश की व्यवस्था को नहीं संभाला गया तो आने वाले टाइम में इस देश के अंदर श्रीलंका जैसे हालात होंगे। श्रीलंका जैसे हालातों की तरफ पहला कदम कहीं ना कहीं हमने रख दिया है, क्योंकि हमारे देश में सिर्फ घंटे के ऊपर, मंदिर के ऊपर, मस्जिद के ऊपर, धर्म के नाम पे, जाति के नाम पे जहर फैलाया जा रहा है। इसके अलावा कुछ नहीं कर रही सरकार। ना विकास है, ना स्वास्थ्य है, ना शिक्षा है, ना रोजगार है। यदि बेरोजगार बच्चे होंगे तो कुछ ना कुछ तो करेंगे। और ये धमाका नहीं था, ये जो गूंगी बहरी सरकार है जो सुनने के लिए तैयार नहीं थी, उसको सुनाया गया कि हमें रोजगार चाहिए, हमें मंदिर और घंटे नहीं चाहिए। താങ്ക് യു. ഇത് ദിവിഷ, വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമാണ് ഈ ഗ്രാമത്തിൽ നിന്ന് എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. കാര്യം ഇന്നലെ പാർലമെന്റിലേക്ക് 4 പേർ ഇരച്ചുകയറി, 2 പേർ ഉള്ളിൽ 2 പേർ പുറത്തും പ്രതിഷേധിച്ചപ്പോൾ അതൊരു ഭീകരാക്രമണമാണോ എന്ന ഒരു സംശയം ആദ്യം വരുന്നു. പിന്നീട് അതൊരു പ്രതിഷേധമായി കാണുന്നു. അപ്പോഴും രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടത്ത് നടന്ന പ്രതിഷേധം, അതല്ലെങ്കിൽ ആക്രമണം, അതിന്റെ ഗൗരവത്തിൽ തന്നെ നമ്മൾ കാണേണ്ടത്. പക്ഷേ നീലത്തിന്റെ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ചിത്രം വ്യത്യസ്തമാണ്. ഗ്രാമത്തിൽ ഞാൻ ഇന്ന് സംസാരിച്ച മുഴുവൻ ആളുകളും നീലത്തെ അനുകൂലിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഇവിടെ അല്പസമയം മുൻപ് കഴിഞ്ഞ ലൈവിന്റെ സമയത്ത്, തത്സമയ വിവരണത്തിന്റെ സമയത്ത് ഞാൻ ആസാദ് ബായിയുമായി സംസാരിച്ചിരുന്നു. ആസാദ് ബായി ഇവിടുത്തെ കർഷക നേതാവാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം, നീലം നടത്തിയ സമരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ തൊഴിലില്ലായ്മ രൂക്ഷമാണ്, വിലക്കയറ്റമുണ്ട്, 2 കോടി ജനങ്ങൾക്ക് ഓരോ വർഷവും തൊഴിൽ കൊടുക്കുമെന്ന് മോദി പറഞ്ഞിരുന്നില്ല. എവിടെയാ തൊഴിലെന്നായിരുന്നു അവരുടെ ചോദ്യം. ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെ സമാനമായിട്ടാണ് പറയുന്നത്. ഡോക്ടർ സിക്കിം നീലത്തിന്റെ അടുത്ത സുഹൃത്താണ്, ഒരുമിച്ച് സമരം ചെയ്ത ആളുകളാണ്. സിക്കിം പറയുന്നു അംബേദ്കറിസ്റ്റ് ആണ്, ഭഗത് സിംഗിനെ പഠിച്ചിട്ടുണ്ട്, ഭഗത് സിംഗിനെ പിന്തുടരുന്നവരാണ് ഞങ്ങൾ എന്ന് പറയുന്നു. ഈ സമരം ആവശ്യമായിരുന്നു, അതിഗംഭീരമായിരുന്നു സമരം എന്ന് പറയുന്നു. അതായത് സമരത്തെ പിന്തുണച്ചുള്ള വാക്കുകൾ മാത്രമാണ് എനിക്കിവിടെ നിന്ന് കേൾക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ പക്ഷേ ഇത് ഗ്രാമത്തിന്റെ അവസാന വാക്കല്ല. ഈ ഗ്രാമത്തിലുള്ള ആളുകൾ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടല്ലോ, ഇവരിവിടെ ഇരിക്കുന്നത് നീലത്തെ പിന്തുണയ്ക്കണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നതിന് വേണ്ടിയാണ്. അല്പസമയത്തിനകം ഗ്രാമത്തിലെ മറ്റാളുകൾ കൂടി എത്തിയതിനു ശേഷം ഇവിടെ ഇവർ യോഗം ചേർന്ന്, പഞ്ചായത്ത് ചേർന്ന് നീലത്തിൽ ചെയ്ത കാര്യം പരിശോധിച്ച് അതിനെ പിന്തുണയ്ക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനമെടുക്കും. ശരി, എന്തായാലും നിലവിലെ പ്രതികരണങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന അനൂപ, ഗ്രാമത്തിലെ ജനങ്ങളുടെയൊക്കെ പിന്തുണ നീലത്തിനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നേരത്തെ പ്രതികരിച്ച ഡോക്ടർ സിക്കിം അവർ വളരെ ശക്തമായിട്ടാണ് അവരുടെ വാദഗതികൾ നമ്മളോട് പറയുകയും ചെയ്തത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇനി ആ പഞ്ചായത്തിൻ്റെ തീരുമാനം എന്താണെന്ന്. ഞാൻ